മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആൻമരിയ പബ്ലിഷേഴ്സിന്റെ പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് വീഡിയോ പഠന പരമ്പരയുടെ 3-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിലെ പ്രധാന ഭാഗങ്ങൾ. സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലി 9-ാം ക്ലാസ്സിലെ സഭ ആരാധന സമൂഹം എന്ന പുസ്തകത്തിൽ പേജ് 36-ൽ നൽകിയിരിക്കുന്ന വിധം കുർബാനയിലെ 8 ഭാഗങ്ങൾ ഇവയാണ്. 1. ആമുഖ ശുശ്രൂഷ, അതായത് ഈശോയുടെ മനുഷ്യാവതാരത്തെയും ജനനത്തെയും ഇത് അനുസ്മരിക്കുന്നു. 2. വചന ശുശ്രൂഷ, വചന ശുശ്രൂഷയിൽ ഈശോയുടെ പരസ്യ ജീവിതത്തെ അനുസ്മരിക്കുന്നു. 3. ഒരുക്ക ശുശ്രൂഷ, ഈശോയുടെ പീഠാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളെ പ്രതീകാത്മകമായി ഒരുക്ക ശുശ്രൂഷ അനുസ്മരിക്കുന്നു. 4. അനാഫൊറ അല്ലെങ്കിൽ കൂദാശാക്രമം, ഈശോയുടെ മരണത്തെയും ഉത്ഥാനത്തെയും ഇത് പുനരവതരിപ്പിക്കുന്നു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. 5. അനുരഞ്ജന ശുശ്രൂഷ, ബലിയർപ്പകരെ കുർബാന സ്വീകരണത്തിന് ഒരുക്കുകയാണിവിടെ. ഇതിൻ്റെ 1-ാം ഭാഗം ദൈവവുമായുള്ള അനുരഞ്ജനത്തിനും 2-ാം ഭാഗം സഹോദരരുമായുള്ള അനുരഞ്ജനത്തിനും ഊന്നൽ നൽകുന്നു. 6. വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷയുടെ 1-ാം ഭാഗത്തിന് ശേഷമാണ് വിഭജന ശുശ്രൂഷ നടത്തപ്പെടുന്നത്. 7. ദൈവൈക്യ ശുശ്രൂഷ, നാം ഓരോരുത്തരും ഈശോ മിശിഹായാൽ രക്ഷിക്കപ്പെട്ട് ദൈവ ഐക്യം പ്രാപിച്ച് രക്ഷാകർമ്മം പൂർത്തീകരിക്കുന്നതിൻ്റെ അനുസ്മരണവും ആഘോഷവുമാണിത്. 8. സമാപന ശുശ്രൂഷ, കുർബാന സ്വീകരണത്തിലൂടെ ദൈവവുമായി ഐക്യപ്പെട്ട നാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും സമാപന ആശീർവാദം സ്വീകരിച്ച് നമ്മുടെ അനുദിന ശുശ്രൂഷകൾക്ക് വേണ്ടി വിടവാങ്ങുകയും ചെയ്യുന്നു. കുർബാനയിൽ 2 അനുരഞ്ജന ശുശ്രൂഷകളുടെ മധ്യത്തിൽ വരുന്ന പ്രധാന ശുശ്രൂഷയായ വിഭജന ശുശ്രൂഷ പ്രത്യേകം എടുക്കുന്നില്ലെങ്കിൽ 8 ഭാഗങ്ങൾക്ക് പകരം 7 ഭാഗങ്ങളായി തിരിക്കാം. അതുപോലെ വിഭജന ശുശ്രൂഷയുടെ മുൻപും പിൻപും വരുന്ന അനുരഞ്ജന ശുശ്രൂഷകളും വിഭജന ശുശ്രൂഷയും പ്രത്യേക ശുശ്രൂഷകളായി കണക്കാക്കുകയാണെങ്കിൽ കുർബാനയ്ക്ക് 9 ഭാഗങ്ങളാണെന്ന് പറയാം. കുർബാന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന, കുർബാനയുടെ ഇംഗ്ലീഷ് നാമം ഹോളി മാസ് ഓർ ഹോളി യുക്കരിസ്റ്റ് എന്നാണ്. ഹോളി എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധം അഥവാ പരിശുദ്ധം എന്നാണ്. കുർബാനയെ വിശുദ്ധ കുർബാനയെന്നും പരിശുദ്ധ കുർബാനയെന്നും വിളിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കാം. വിശുദ്ധ എന്ന വാക്കിനേക്കാൾ കൂടുതൽ പരിപാവനമായ വാക്ക് പരിശുദ്ധ എന്നതാണ്. അതുകൊണ്ടാണല്ലോ യൗസേപ്പ് പിതാവിനെ വിശുദ്ധ യൗസേപ്പ് എന്നും മാതാവിനെ പരിശുദ്ധ കന്യകാമറിയം എന്നും വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധി എന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രയാണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധി ഒരാളുടെ പരിശ്രമവും ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് നേടാൻ കഴിയും. യൗസേപ്പ് പിതാവിനെ വിശുദ്ധ യൗസേപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടതിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിലെ അദ്ദേഹത്തിൻ്റെ പങ്ക്, വിശുദ്ധമായ ജീവിതം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ പരിശുദ്ധി എന്നത് കുറച്ചുകൂടി അമൂർത്തമായ ഒരു ആശയമാണ്. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു. കളങ്കമില്ലായ്മ, സമ്പൂർണമായ നന്മ എന്നിവയാണ് പരിശുദ്ധിയുടെ അർത്ഥങ്ങൾ. മറിയത്തെ പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുമ്പോൾ അത് അവളുടെ സമ്പൂർണമായ വിശുദ്ധിയെയും ദൈവകൃപയാലുള്ള പ്രത്യേക സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. അമലോത്ഭവ ആയതും ദൈവമാതാവായതും ഈ പരിശുദ്ധിക്ക് കാരണമാകുന്നു. പരിശുദ്ധി എന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദൈവിക ഗുണമാണ്. ദൈവം വിശുദ്ധീകരിക്കുന്നതാണ്. അത് അതിൽ തന്നെ പരിശുദ്ധവും സമ്പൂർണവുമാണ്. മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവെന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ പവിത്രത കൊണ്ടാണ്. അദ്ദേഹം ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി കണക്കാക്കപ്പെടുന്നു. ഒപ്പം സഭയുടെ പരമോന്നത നേതാവുമാണ്. ഈ സ്ഥാനം ദൈവികമായി നൽകപ്പെട്ടതായാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ സംബോധന. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ POC പ്രസിദ്ധീകരിച്ച മലയാള പരിഭാഷയിലും 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളുടെ മലയാള പരിഭാഷയിലും കുർബാനയെ പരിശുദ്ധ കുർബാന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കുർബാനയിലൂടെ നാം ദൈവവുമായും ക്രിസ്തുവുമായും സ്ഥാപിക്കുന്ന ബന്ധം ഒരു ദൈവിക രഹസ്യമാണ്.
അത് മനുഷ്യരുടെ പരിശ്രമങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒരു പുണ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന എന്ന പ്രയോഗത്തിന് അത്രയധികം പ്രാധാന്യമുള്ളത്. പരിശുദ്ധ കുർബാന എന്നാണ് ഈ പരമ്പരയിൽ ഉപയോഗിക്കുന്നത്. പരിശുദ്ധ കുർബാന അനുഭവം. പരിശുദ്ധ കുർബാനയിൽ നമുക്ക് അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിന് അർഹമായ സമയം കൊടുക്കണം. കുർബാനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും അവ സൂചിപ്പിക്കുന്ന അഥവാ ഉൾക്കൊള്ളുന്ന സത്യങ്ങളെ നാം ആന്തരികമായി ദർശിക്കണം. പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ഈശോയുടെ പെസഹ രഹസ്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണം. അത് ആഘോഷിക്കപ്പെടണം. നാം അത് ജീവിതത്തിൽ പകർത്തണം. അപ്പോൾ നമുക്ക് കുർബാന ഒരു അനുഭവമാകും. ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയുടെ പീഠാനുഭവത്തെ ആന്തരികമായി ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ പന്തക്കൊസ്ത സംഭവത്തെ ദർശിക്കുവാനും പരിശുദ്ധാരൂപി അപ്പത്തിലും വീഞ്ഞിലും വന്ന് ഈശോയുടെ തിരുശരീര രക്തങ്ങളാകുന്നതിനോടൊപ്പം എന്നിലേക്ക് വന്ന് എനിക്ക് ആന്തരിക സൗഖ്യം നൽകുന്നതായി ആന്തരികമായി ദർശിച്ച് അനുഭവിക്കാൻ സാധിക്കണം. വൈദികൻ പ്രാർത്ഥനകൾ ഭക്തിപൂർവം വ്യക്തമായി ചൊല്ലുകയാണെങ്കിൽ വിശ്വാസികൾക്ക് കൂടുതൽ അനുഭവമുണ്ടാകും. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കുർബാന പെട്ടെന്ന് തീർക്കുവാനായി ഓടിച്ചു ചൊല്ലുമ്പോൾ കുർബാനയുടെ അനുഭവം നഷ്ടമാകും. കുർബാനയുടെ 8 ഭാഗങ്ങൾ അല്പം വിശദീകരിച്ച് അതോടൊപ്പം വലിച്ചു നീട്ടാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടുത്ത എപ്പിസോഡുകളിൽ നൽകുന്നു. അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മിലേക്ക് വരുന്നത് ഈശോ തന്നെയാണെന്ന ബോധ്യം ലഭിക്കുവാൻ കുർബാനയിലെ 8 ഭാഗങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ പരമ്പര നിങ്ങളെ സഹായിക്കുമെന്നത് തീർച്ചയാണ്. ഇവ കാണുകയും മറ്റുള്ളവരെ കാണുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ഈശോയുടെ സുവിശേഷ ദൗത്യം നിർവഹിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇവ 3 മാസത്തിലൊരിക്കലെങ്കിലും കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൂദാശകളുടെ കൂദാശയായ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാന ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ അവതരിപ്പിച്ച ആദ്യത്തെ 3 എപ്പിസോഡുകൾ ഇവിടെ സമാപിക്കുന്നു. 4 മുതൽ 15 വരെയുള്ള എപ്പിസോഡുകൾ പരിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷ മുതൽ സമാപന ശുശ്രൂഷ വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അടുത്ത ദിവസം മുതൽ അവ കാണുവാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു.